ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു താളിയുടെ റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വലിയ പൈസ ചിലവും സമയ ചിലവും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു താളിയാണിത്. അപ്പം നമ്മളെല്ലാവരും സാധാരണയായിട്ട് ചെമ്പരത്തിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും താളി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു താളി ചെമ്പരത്തിയുടെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു താളി ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. പിന്നെ ഈ ഒരു താളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും. മുടി നല്ല സ്മൂത്ത് ആയിട്ട് വരും. പിന്നെ നമ്മുടെ മുടി വളർന്നു വരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ കളയാനും മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് താളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവാണ്. ഞാനിപ്പോൾ ഇവിടെ ചുവന്ന ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം നമുക്ക്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാലങ്ങളായിട്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ചെമ്പരത്തി. നമുക്ക് ഒരു ചിലവും ഇല്ലാതെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പം ഈ ഒരു ചെമ്പരത്തി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയും, മുടി നന്നായിട്ട് വളരും, മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കും. പിന്നെ അകാലനര വരുന്നതൊക്കെ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു 10-15 ചെമ്പരത്തിയുടെ ഇല എടുക്കുക. നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ചണവിത്ത്. ചണവിത്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫ്ലാക്സ് സീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ ചണവിത്ത് എടുത്താൽ മതി. ഈ ഒരു ചണവിത്തും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഒതുങ്ങിയിരിക്കാത്ത മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാനും മുടി നല്ല നീളത്തിൽ വളരാനും മുടി നല്ല സ്മൂത്ത് ആവാനും ചുരുണ്ട മുടിയൊക്കെ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ ചണവിത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചണവിത്തും കൂടെ നമ്മുടെ ഈ ഒരു താളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു രാത്രി മുഴുവനായിട്ട് കുതിർക്കാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു താളി യൂസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് ഉണ്ടാക്കി വയ്ക്കണം. എങ്കിലേ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. നിങ്ങൾക്കിത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇതൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. പിറ്റേ ദിവസമായപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ലൊരു കൊഴുപ്പൊക്കെ പോലെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന താളി പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 2 ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ള അത്രയും തന്നെ താളി ഉണ്ടാവും. പിന്നെ ഈ ഒരു താളി എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. തലയ്ക്ക് തണുപ്പ് പറ്റിയിട്ടുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് 1 ദിവസത്തേക്ക് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല. പകുതി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ താളി ഇനി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇതൊരു താളിയായിട്ടും ഹെയർ മാസ്ക് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താളിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കുളിക്കുന്ന സമയത്ത് തലയൊന്ന് നനച്ചു കൊടുത്തിട്ട് നനഞ്ഞ മുടിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കുക. ഒരു 1-2 മിനിറ്റെങ്കിലും വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. പിന്നെ ഒരു ഹെയർ മാസ്ക് ആയിട്ടാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് എണ്ണ തേച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
തണുപ്പ് പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കാവുന്നതാണ്. തണുപ്പ് തീരെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 രീതിക്കും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു താളി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ ഒരു താളി യൂസ് ചെയ്യാവുന്നതാണ്. തണുപ്പ് പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ തലയിലുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും. അതുകൊണ്ട് തന്നെ എണ്ണ തേച്ചിട്ടുള്ളവർക്ക് എണ്ണ കഴുകി കളയാനായിട്ടും ഈ ഒരു താളി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്